പൊന്നാനിയിൽ ചെരുപ്പ് കടയുടെ മറവിൽ ലഹരി വിൽപ്പന. ചമ്രവട്ടം ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കട കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം നടത്തി വന്നിരുന്നത്. പൊന്നാനി സ്വദേശിയായ അൻസാറിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 0.75 ഗ്രാം MDMA പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസിലും വധശ്രമ കേസുകളിലും ഇവർ പ്രതികളാണ്. സോണൽ കൃഷ്ണൻ തന്നെ ഈ വാർത്ത നൽകും. സോണൽ, ഇപ്പോൾ ചെരുപ്പ് കടയുടെ മറവിലും ലഹരി, അവരെങ്ങനെ പിടികൂടി? തീർച്ചയായിട്ടും സ്മൃതി, ഈ പൊന്നാനിയിലെ ചമ്രവട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ തിരക്ക് കൂടിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ലഹരി വിൽപ്പന ഈ പ്രദേശങ്ങൾ പൊന്നാനി മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ രണ്ട് പേരിലേക്ക്, അൻസാർ എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ പേരും അൻസാർ എന്ന് പറയും, ഒരാൾക്ക് 30 വയസ്സും ഒരാൾക്ക് 32 വയസ്സുമാണ്. ഇവരുടെ ചെരുപ്പ് കടയിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് ഈ കടയെയും ഈ രണ്ടുപേരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കൃത്യമായ തക്കം നോക്കിയാണ് പോലീസ് ഇവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ടു പേരും മുൻപും പല കേസുകളിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് ലഹരി കച്ചവടമുണ്ട് എന്ന് പോലീസിന് അറിയിച്ചു കൊടുത്ത ആളുടെ വീട്ടിൽ കയറി ആക്രമിച്ച ആ കേസിൽ ഉൾപ്പെടെ ഈ രണ്ടുപേരും പ്രതികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലും ഇവർ പ്രതികളാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള ലഹരി കച്ചവടങ്ങൾ പൊന്നാനി മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. ചമ്രവട്ടം ജംഗ്ഷനിലെ ഈ ചെരുപ്പ് കട കേന്ദ്രീകരിച്ചുള്ള വിൽപ്പന, അതായത് ഈ കടയിലേക്ക് സാധനം വാങ്ങാൻ എന്ന വണ്ണമാണ് ആളുകൾ എത്താറ്. അവിടെ വെച്ചാണ് ലഹരി കൈമാറ്റം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ ആളുകൾ ലഹരി വാങ്ങി പുറത്തു പോകുന്നുണ്ട്. ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഈ കച്ചവടം നടത്തിയിരുന്നത്. പക്ഷേ കൃത്യമായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നിരീക്ഷിക്കുകയും അതിനുശേഷം ഈ രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. സ്മൃതി, ശരി, പലതരത്തിൽ ലഹരി വിൽക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് മലപ്പുറത്തെ വാർത്ത നൽകിയത്.